ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകമാണല്ലോ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 3-ാം അധ്യായമാണ്. ഈ 3-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം എങ്ങനെ യോർദാൻ അക്കരെ കടന്നു എന്നത് വിശദീകരിക്കുകയാണ്. യോശുവ ജനത്തോട് പറഞ്ഞു, നമുക്ക് യോർദാൻ നദി കടന്ന അക്കരയ്ക്ക് കനാൻ ദേശത്ത് നമുക്ക് പോകണം. നിങ്ങൾക്ക് ആ വഴി അറിയാത്തതിനാൽ നിങ്ങൾക്ക് മുന്നേ പുരോഹിതന്മാർ പോകും. അവർ യഹോവയുടെ വാഗ്ദാന പേടകം അവർ ചുമക്കും. ആ പേടകത്തിൻ്റെ പിന്നിൽ അവർ പോകുന്ന വഴിയെ നിങ്ങൾ പോയാൽ മതി. നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്കും പേടകത്തിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. കാരണം പേടകം ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യത്തെ സൂചിപ്പിക്കലാണ്. അതിന് ദൈവം നിശ്ചയിച്ച യോഗ്യരായിട്ടുള്ളവർ മാത്രമേ അത് വഹിക്കുകയുള്ളൂ. അത് ലേവ്യ പുരോഹിതന്മാരാണ്. നിങ്ങൾക്കതിനെ സമീപിക്കുവാനോ സ്പർശിക്കുവാനോ സാധ്യമല്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇല്ലാതായി പോകും. അതോടെ 2000 മുഴം അകലം നിങ്ങൾ പാലിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യാത്ര ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നു, ജോഷുവയോട് യഹോവയായ ദൈവം പറഞ്ഞ 7-ാം വാക്യം നമ്മൾ വായിക്കുന്നു, മോശയോടുകൂടെ ഞാൻ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ഞാൻ നിന്നെ ഉന്നതനാക്കും. കാരണം യോശുവ ഒരുപക്ഷെ ഈ സ്ഥാനം വഹിക്കാൻ അല്പം മടിച്ചു കാണും. 40 വർഷം ദൈവപുരുഷനായ മോശയാണ് ജനത്തെ വഴി നടത്തിയത്. മോശ അതിശക്തനായ ഒരു ദൈവപുരുഷനായിരുന്നുവെന്നും ദൈവം മോശയോട് നേരിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ യോശുവയ്ക്കറിയാം. അപ്പം തനിക്കതിനുള്ള യോഗ്യതയില്ലല്ലോ, ജനം തന്നെ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു വിഷമം യോശുവയുടെ മനസ്സിലുണ്ടായി കാണണം. അതുകൊണ്ടായിരിക്കണം യഹോവ പറഞ്ഞത്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ ശക്തീകരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉന്നതനാക്കും. ജീവിത വിശുദ്ധിയും വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നമുക്ക് സാധിക്കും. അത് നാം എത്ര നിസ്സാരരാണെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആളുകൾക്ക് മതിപ്പുണ്ടാകത്തക്ക വിധം വിദ്യാഭ്യാസ യോഗ്യതയോ അംഗീകാരമോ നമ്മുടെ കർത്താവിനോ ശിഷ്യന്മാർക്കോ ഒന്നുമില്ലായിരുന്നെന്ന് നമുക്കറിയാം. പക്ഷെ അവർക്കുണ്ടായിരുന്നത് ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന ഇതാണ്, യേശുവിനെ ആത്മാവ് എങ്ങനെ അഭിഷേകം ചെയ്തു ശക്തീകരിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്ത് ശക്തീകരിച്ചു. അതുകൊണ്ട് ജനം അവനെ അംഗീകരിച്ചില്ലെങ്കിലും അവന് ശക്തനായി അവരുടെ ഇടയിൽ നിൽക്കുവാൻ സാധിച്ചതുകൊണ്ടാണ്. നമുക്കറിയാം, ഗോലിയാത്തിനെ കൊല്ലുവാൻ ദാവീദിൻ്റെ യോഗ്യത എന്തായിരുന്നു? ശാരീരികമായോ മറ്റേതെങ്കിലും രീതിയിലൊരു യോഗ്യത ദാവീദിനില്ലായിരുന്നു. പക്ഷേ അവൻ്റെ വിശ്വാസം ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്നുള്ളതാണ് അവൻ്റെ ശക്തി. അതുകൊണ്ട് വില്ലാളി വീരനായ ഗോലിയാത്തിനെ നിലം പതിപ്പിക്കുവാൻ ദാവീദിന് വലിയ പ്രയാസം ഉണ്ടായില്ല. യോശുവയുടെ യോഗ്യത എന്താണ്? ഒന്നവന് വലിയ ശുശ്രൂഷ മനോഭാവമാണ്. 2 വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഉറ്റുനോക്കുവാൻ മോശ അയച്ചതായ ആളുകളിൽ ആ ദേശം യഹോവ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ ദേശം കൈവശമാക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ച വ്യക്തിയാണ് യോശുവ. ആ വിശ്വാസത്തിനുള്ള 2 കഠിനാധ്വാനിയാണ്, സ്ഥിരോത്സാഹിയാണ്. അവനെ ദൈവം തെരഞ്ഞെടുത്ത് മോശയുടെ കീഴിൽ അഭ്യസിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഏലീശായെ ഏലിയാവ് അഭ്യസിപ്പിച്ചു. ഏലിയാവിൻ്റെ കൂടെ നടന്നുകൊണ്ട് എലീശ അനേക കാര്യങ്ങൾ കാണുകയും അദ്ദേഹത്തോട് ചേർന്ന് ശുശ്രൂഷിക്കാൻ സഹായിക്കുകയും
അതിനുശേഷം ഏലിയാവിൻ്റെ അതേ ശക്തി, ഇരട്ടി ശക്തി എലീശായ്ക്ക് ലഭിച്ചതായൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയും നീതിബോധവും പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കും. അത് ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ദൈവം നമ്മെ ശക്തീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. തീമോത്തിയോസ് പൗലോസിൻ്റെ കൂടെ നടന്നതുകൊണ്ട് എങ്ങനെയാണ് ഒരു അപ്പസ്തോലൻ ആകുന്നത്, ആയിരിക്കേണ്ടതെന്ന് തീമോത്തിയോസ് നന്നായിട്ടറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ മോശയിൽ നിന്ന് ഈ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാൻ ഇസ്രായേൽ ജനങ്ങളിൽ അനേകർ ഒരുപക്ഷെ ആഗ്രഹിച്ചു കാണും. പക്ഷെ ദൈവം അവരെ ഒന്നുമല്ല തിരഞ്ഞെടുത്തത്, യോശുവയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ യോശുവ 9-ാം വാക്യത്തിൽ യോശുവ ജനങ്ങളോട് പറയുന്ന ഒരു വചനം ഇതാണ്: നിങ്ങൾ ദൈവമായ യഹോവയുടെ വചനങ്ങളെ കേൾക്കുവിൻ. ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കുവിൻ. യോശുവ രാവും പകലും ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചിട്ടുണ്ടാവും. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. പ്രിയമുള്ളവർ, നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുമെങ്കിൽ, ധ്യാനിക്കുമെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ശക്തി, ആന്തരികമായ ശക്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മോശയും യോശുവായും പത്രോസും പൗലോസിൻ്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, അവരൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ വളരെ വിനീതമായിരുന്ന് അത് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും ഒക്കെ അവർ ശ്രമിച്ചവരാണ്. ആ സഹനശക്തിയും ആ ശുശ്രൂഷാ മനോഭാവവും ആ കഠിനാധ്വാനത്തിനുള്ള ആ സന്മനസ്സും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ദൈവം നമ്മളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. 14-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ ജനം യോർദാൻ കടക്കുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞനുസരിച്ച്, യോശുവ പറഞ്ഞനുസരിച്ച് പുരോഹിതന്മാർ അതിൻ്റെ നടുവിൽ നിന്നു. അവരുടെ പാദം എപ്പോൾ അവിടെ സ്പർശിച്ചുവോ അപ്പോൾ ഒഴുക്ക് അവിടെ നിന്നുവെന്നാണ്. കൊയ്ത്തുകാലം മുഴുവൻ കരകവിഞ്ഞൊഴുകേണ്ട നദിയാണത്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പുരോഹിതന്മാരുടെ പാദം അതിൽ സ്പർശിക്കുമ്പോൾ ഒഴുക്കവിടെ നിൽക്കും. അതുപോലെ സംഭവിച്ചു. നിലം ഉണങ്ങിയ നിലമായി. ഇസ്രായേൽ ജനം മുഴുവൻ അക്കരെ കടക്കുന്നത് വരെയും ഈ പുരോഹിതന്മാർ ഈ പേടകവുമായി ആ നദിയുടെ നടുവിൽ അവിടെ നിന്നു. നമ്മൾ വായിക്കുന്നു, അവരുടെ പാദത്തിൻ്റെ കീഴിൽ ഉണങ്ങിയ നിലമായിരുന്നു. പണ്ട് മോശ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ചെങ്കടൽ കടന്നപ്പോൾ എങ്ങനെ സംഭവിച്ചുവോ അതുതന്നെ ഇവിടെ സംഭവിക്കുകയാണ്. വെള്ളം മറ്റൊരു വഴിയായി ഒഴുകി അരാബ് ഉപ്പുകടലിലേക്ക് ഒലിച്ചുപോയി എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പം ദൈവികമായ ഒരു വലിയ ശക്തി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇസ്രായേൽ ജനം നേരിൽ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ എത്രയോ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. എന്നാൽ സാഹചര്യങ്ങളിൽ നമ്മളിതൊക്കെ മറന്നു പോവുകയും വീണ്ടും സംശയാലുക്കളായി നമ്മൾ മാറുകയും ചെയ്യുന്നു. യോശുവ വിശ്വാസത്തിൽ വലിയ ഉറപ്പുള്ളവനാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ ആ വലിയ കൃപയിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ദൈവം യോശുവയെ തിരഞ്ഞെടുത്തതും യോശുവ മുഖാന്തരം ഇതൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതും. ഇവിടെയും നമുക്ക് ആ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.